നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ചില നിർണായക സന്ദർഭങ്ങളിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്താറുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്കും മുതിരാതെ യാത്രക്കാരുടെ സുരക്ഷ പരിഗണിച്ചാണ് പൈലറ്റ് ഈ ഘട്ടങ്ങളിൽ എമർജൻസി ലാൻഡിംഗിന് അനുമതി തേടുന്നത്. പലപ്പോഴും സാങ്കേതിക തകരാറിന്റെ പേരിലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഖത്തർ എയർവേസിൽ ഇപ്പോൾ അടിയന്തര ലാൻഡിംഗിലേക്ക് നയിച്ച മറ്റൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. യാത്രക്കിടെ ഒരു യുവതി പ്രസവ വേദന കൊണ്ട് പുളയുകയായിരുന്നു. ദോഹയിൽ നിന്നും പറന്ന ഖത്തർ എയർവേസ് യാത്രാ വിമാനത്തിലായിരുന്നു ഈ സംഭവം. ഫിലിപ്പീൻസിലെ മനിലയിലേക്ക് പറക്കവേ ഗർഭിണിയായ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു. യാത്രക്കാരിക്ക് വേദന സഹിക്കാൻ കഴിയാതെ വന്നതോടെ അടിയന്തര ലാൻഡിംഗിനുള്ള അനുമതി തേടുകയായിരുന്നു. എന്നാൽ അനുമതി ലഭിച്ചതോടെ വിമാനം പാകിസ്ഥാനിലെ കറാച്ചിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. തിങ്കളാഴ്ച രാവിലെയായിരുന്നു വിമാനം കറാച്ചിയിൽ ഇറങ്ങിയത്. ഗർഭിണിയായ യാത്രക്കാരിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് വിമാനം കറാച്ചിയിൽ ലാൻഡിംഗ് നടത്തിയതെന്ന് പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയെ ഉദ്ധരിച്ച് സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വിമാനം നിലം തൊടും മുൻപേ ഫിലിപ്പിനോ യുവതി കുഞ്ഞിന് ജന്മം നൽകി. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ പരിചരണം നൽകിയ ശേഷം വിമാനത്താവളത്തിൽ നിന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ വിമാനം മനിലയിലേക്ക് പറക്കുകയായിരുന്നു. ഇതിന് സമാനമായ സംഭവം ജനുവരിയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനുവരി 19-നായിരുന്നു ഈ സംഭവം. ദുബായ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് EK319 ടോക്കിയോയിൽ നിന്ന് ദുബായിലേക്കുള്ള ആകാശയാത്രക്കിടയിൽ പ്രസവ വേദന അനുഭവപ്പെട്ട യുവതി വിമാനത്തിൽ ആൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. കൃത്യസമയത്ത് യുവതിക്ക് വേണ്ട സൗകര്യങ്ങൾ വിമാന ജീവനക്കാർ ഒരുക്കിയതോടെ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. 2 മണിക്കൂർ നീണ്ട യാത്രക്കിടയിൽ യുവതിക്ക് അപ്രതീക്ഷിതമായി പ്രസവ വേദന അനുഭവപ്പെടുകയായിരുന്നു. മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നിട്ടും ഷെഡ്യൂൾ സമയത്ത് തന്നെ ലാൻഡ് ചെയ്തു. വിമാനത്തിലെ ജീവനക്കാരുടെ സമയ ചിത്തതയോടെയുള്ള ഇടപെടലാണ് കാര്യങ്ങൾ സങ്കീർണമാക്കാതിരുന്നത്. അമ്മയെയും കുഞ്ഞിനെയും വിമാനം ലാൻഡ് ചെയ്യുന്നതുവരെ ജീവനക്കാർ പരിപാലിച്ചു. നേരത്തെ അറിയിച്ചത് പ്രകാരം വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ മെഡിക്കൽ ഉദ്യോഗസ്ഥരെത്തി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. എമിറേറ്റ്സിന്റെ നയം അനുസരിച്ച് ഗർഭിണികൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ 29-ാം ആഴ്ച വരെ വിമാനയാത്ര നടത്താം. 29 ആഴ്ച പിന്നിട്ട ഗർഭിണികൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഡോക്ടറുടേതോ അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. ഇവ കൈവശമില്ലാത്ത യാത്രക്കാരെ വിമാനത്തിൽ പ്രവേശിപ്പിക്കില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.